ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടെ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ബുക്ക് കവർ വെച്ചിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു ബുക്ക് കവർ എടുത്തിട്ടുണ്ട്. അത് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗം മാത്രം മതി. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് കുറച്ചും കൂടെ കുഞ്ഞിതാക്കി കൊടുക്കാം കട്ട് ചെയ്തിട്ട്. ബുക്കിൻ്റെ പുറമേയുള്ള കവർ തന്നെ എടുക്കണം എന്നൊന്നുമില്ല. നമുക്ക് കാർഡ്ബോർഡും അങ്ങനെയുള്ള കട്ടിയുള്ള ഏത് പേപ്പർ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അറ്റം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ചെരിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 4 സൈഡിലും നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതുപോലെ ഒന്നും കൊടുക്കണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് പല പല ഷേപ്സിലൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു ബ്ലാക്ക് കളർ പേപ്പർ വേണം. എന്നിട്ട് അത് നമുക്ക് ഇതിനകത്തോട്ട് ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ബ്ലാക്ക് കളർ പേപ്പർ തന്നെ എടുക്കണം എന്നൊന്നുമില്ല. വേറെ ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും പെയിൻറ്റ് ഉപയോഗിച്ച് അടിച്ചാലും മതി. അപ്പോൾ ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതുപോലെ ഒരു കുഞ്ഞ് പേപ്പർ എടുക്കാം. A4 സൈസ് പേപ്പറിൽ നിന്നാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഞാനിപ്പോൾ മാർച്ചിൻ്റെ ആ ഒരു കലണ്ടർ പോലെയാണ് എഴുതി കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഫുൾ ഒരു വർഷത്തിൻ്റെ ഫുൾ കലണ്ടർ എഴുതി കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ മാർച്ചിൻ്റെ മാത്രമേ എഴുതി കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതുപോലെ ഒരു ബുക്കും കൂടെ വേണം. അപ്പം ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പം നമുക്കിത് A4 സൈസ് പേപ്പറിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. പിന്നെ കുറേ പേപ്പർ കട്ട് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റാപ്ലർ അടിച്ച് വെച്ചാൽ മതി. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ സർക്കിൾ ഷേപ്പിലുള്ള ഒരു ബുക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സർക്കിൾ ഷേപ്പിൽ കുറേ പേപ്പറിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ അത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ സ്റ്റാപ്ലർ ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതുപോലെ ഒരു കുഞ്ഞ് കട്ടിയുള്ള പേപ്പർ എടുക്കാം. ഞാൻ ബുക്കിൻ്റെ കവറിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഇത് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ അറ്റം ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് അവിടെ രണ്ട് സ്ഥലത്തുമാണ് നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ ആയിരിക്കും ഇരിക്കുന്നത്. ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ മേൽഭാഗത്ത് ഇതുപോലെ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഒരു വൈറ്റ് ഗ്ലിറ്റർ പേപ്പറാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഒരു സിൽവർ കളറാണ് കേട്ടോ. എന്നിട്ട് ഇത്രയാണ് ഒട്ടിച്ചു കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ബാക്കി ഇതുപോലെ 4 സൈഡിലും ഞാൻ ഇതുപോലെ ഇതുപോലെ സ്ട്രിപ്സ് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ 4 സൈഡിലും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ കണ്ടോ അതിൻ്റെ അറ്റത്തായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു കുഞ്ഞിതായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു രീതിയിലാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അത് നിങ്ങൾക്ക് കാണുമ്പോഴേക്കും മനസ്സിലാവും. നിങ്ങളിപ്പോൾ വേറെ ഷേപ്പിലൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. സ്ക്വയറൊക്കെ ആണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് നേരെ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഡെക്കറേഷനൊക്കെ ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഡെക്കറേഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് പെന്നും കൂടെ വെച്ചിട്ട് നോക്കാം. ഈ ഒരു ഭാഗം പെൻസിൽ അങ്ങനെയൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇതെന്താ ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഓരോ കാര്യങ്ങൾ മറന്നു പോകാതെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പോൾ നമുക്കിപ്പം കലണ്ടറിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്തിട്ട് നമുക്കിതിനകത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാവുന്നതാണ്. മെയിനായിട്ട് സ്റ്റുഡൻസിനൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റാണിത്. ഞാനും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്കും ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലും ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഒട്ടിച്ച് വെക്കാവുന്നതാണ്. പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ത്രെഡ് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് തൂക്കിയിടാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും എന്തെങ്കിലും ഡൗട്ട്സും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൽ നല്ലൊരു ക്രാഫ്റ്റ് ആയിട്ട് കാണുന്നവരോ ബൈ. താങ്ക് യു.